ഇന്ന് വന്നേക്കുന്നത് ഞാനൊരു ധാന്യ പൊടിയായിട്ടാണ്. ധാന്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒരു പൊടി ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ധാന്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കടല, നമ്മൾ കറി വയ്ക്കുന്ന കടല എടുത്തിട്ടുണ്ട്, ഉണക്കപ്പയർ മമ്പയർ എടുത്തിട്ടുണ്ട്, ചെറുപയർ എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അരിയും വേണം. പിന്നെ ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് എടുക്കാം കേട്ടോ. ധാന്യങ്ങളൊക്കെ വേറെ നല്ല ധാന്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാം. ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊക്കെ എടുക്കാം. പക്ഷേ ഞാൻ ഇത് മാത്രമേ ഇപ്പോൾ എടുക്കണുള്ളൂ. ഇതാകുമ്പം വേറെ കുട്ടികൾക്കൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ വറുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ശർക്കര വേണം, നാളികേരം വേണം. ഇനി നമുക്കിതൊക്കെ ഓരോന്നായിട്ട് വറുത്തെടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കണം. ഞാനിതെല്ലാം കഴുകി ഉണക്കി എടുത്തതാണ്. ഇനി നമുക്കിത് ഓരോന്നായി വറുത്തെടുക്കാം. നല്ലോണം ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് ആദ്യം അരിയിട്ട് വറുത്തെടുക്കാം. അരിയിട്ട് കൊടുക്കാം. അത് നല്ലോണം ഇളക്കി വറുത്തെടുക്കാം. കണ്ട, നമ്മുടെ അരിയെല്ലാം നല്ലോണം പൊട്ടി പൊന്തി വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ പൊട്ടി തെറിക്കും. അത് ആ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ. അങ്ങനെ അരി ആയിട്ടുണ്ട്. അരി എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കടല എടുത്ത് വെച്ചാൽ കടല ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് വറുത്താൽ മതി, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ വറവും വേവും അല്ലേ. ആദ്യം നമുക്ക് അരി വറുത്തെടുത്തു. ഇനി കടല, അങ്ങനെ കടല വറുത്തെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് മമ്പയറിട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കാം. അതും ഇതേപോലെ വറുത്തെടുക്കാം. പയറായിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുപയറാണ്. അത് ഇതേപോലെ വറുത്തെടുക്കാം. അങ്ങനെ ചെറുപയറും ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയാണ്. കപ്പലണ്ടി നമുക്ക് വറുത്തെടുക്കാം. ഒക്കെ നമുക്ക് എത്ര വേണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. കപ്പലണ്ടി ആയിട്ടുണ്ട്. അതും നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഇടാം, ബദാം ഇടാം, പിസ്ത ഇടാം, ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. അതൊക്കെ വറുത്തതാണെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയും ഒക്കെ കൊടുക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പുമായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം വറുത്തെടുക്കാനുള്ളതെല്ലാം നമ്മൾ വറുത്തെടുത്തു. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് പൊടിക്കേണ്ട, അങ്ങനെ കുറച്ചൊരു തരിതരിപ്പ് വേണം കേട്ടോ. എന്നാലും അത്ര വല്ലാണ്ട് തരിതരിപ്പാവാനും പാടില്ല. അപ്പോൾ ഞാനിതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയും നാളികേരും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പം കഴിക്കാനാണ് പറ്റുള്ളൂ. നമുക്ക് കുറേ എന്നാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ നാളികേരം ചേർക്കണോണ്ട് നമുക്ക് നാളികേരം വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചേർത്തിട്ട് കഴിച്ചാലും മതി. നമ്മൾ എന്നാലും ഇതിൽ ശർക്കര നമ്മളിതിൽ ചേർക്കണം. അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഇതിലേക്ക് കുറച്ച് പൊടി നമ്മൾ മിക്സിയിലേക്ക് ഇടുക. കുറച്ച് പൊടി ഞാൻ മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് വേണ്ട മധുരം ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വെറുതെ ഒന്നത് ശർക്കരയല്ല, ഒന്ന് കുത്തി പൊടിച്ചതാണ്. അത് എന്നിട്ട് നമുക്ക് അതിന് പാകത്തിനുള്ള മധുരത്തിൽ കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാവുക. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കൂട്ടി പൊടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ശർക്കര പൊടിച്ചതും ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കുറച്ച് പൊടിയും കൂടി മിക്സിയിലേക്ക് എടുത്തിട്ട് നമുക്ക് നാളികേരം കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ ആ നാളികേരത്തിലേക്കും കൂടി നമ്മൾ കുറച്ചും കൂടി മിക്സിയിലേക്ക് എടുത്തിടാം പൊടി. എന്നിട്ട് അതിലേക്ക് നാളികേരം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ആ നാളികേരം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആ പൊടിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊടിച്ച് എടുക്കാം. അതിന് കൂടെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് പൊടിച്ചെടുക്കാം.
അങ്ങനെ എല്ലാതും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം നമുക്കത് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. ഇനി നമ്മളില്ലേ എല്ലാം വറുത്ത് നമ്മൾ തണുത്തതിന് ശേഷം പൊടിച്ചില്ലേ, ആ പൊടിച്ച സ്റ്റേജിൽ നമുക്ക് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അത് കുറച്ച് ഇരിക്കും. പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് ശർക്കരയും നാളികേരം ചേർത്തിട്ട് നമ്മൾ കഴിച്ചാൽ മതി, കുറേശ്ശെ അതിൽ നിന്ന് എടുത്തിട്ട്. ഇതിപ്പോൾ നമുക്ക് കഴിക്കാൻ നമ്മൾ അപ്പം തന്നെ ശർക്കരയും നാളികേരം ചേർത്തു. ഇനിയിപ്പോൾ ഇത് പ്രസവിച്ച സ്ത്രീകൾക്ക് നമ്മൾ എല്ലാ മരുന്നുകളും കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മളിങ്ങനെ ഈ ധാന്യങ്ങളൊക്കെ പൊടിച്ച് കൊടുക്കാറുണ്ട്. അതിൽ കുറച്ച് മരുന്നുകളും കൂടി ചേർക്കും. ഉലുവ ചേർക്കും, പച്ചമഞ്ഞൾ ചേർക്കും, പിന്നെ അയമോദകം ചേർക്കും, ചതുകുപ്പ ചേർക്കും. ഇതൊക്കെ ചേർത്തിട്ട് പൊടിക്കും ഇതിൽ. ആ മരുന്നുകളും കൂടി ചേർത്തിട്ടാണ് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുക. കർക്കിടകത്തിലായാലും അമ്മമാരും സ്ത്രീകളും അവരൊക്കെ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിക്കും. നമ്മളിത് എല്ലാവർക്കും കഴിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. പ്രസവിച്ച സ്ത്രീകൾക്ക് മരുന്ന് ചേർത്തിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഉലുവ ചേർത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് പിന്നെ മെൻസസ് ആവുന്ന പെൺകുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് നമ്മൾ കുറച്ച് ചെറിയതായിട്ടുള്ള കുറച്ച് മരുന്നുകളും പണ്ടത്തെ അമ്മമാർ ചെയ്യുന്ന, ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല, അവർക്ക് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇതേപോലെ ധാന്യങ്ങളും എല്ലാ നട്ട്സും എല്ലാം ഇട്ട് അതിൽ കുറച്ച് ഉലുവ ചേർത്തിട്ട് കൊടുക്കും. ഉലുവ നമുക്ക് നടുവേദന അങ്ങനെയുള്ള വേദനകൾക്കൊക്കെ നല്ലതല്ലേ ഉലുവ, അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഉലുവയും ഇതൊന്നും ചേർക്കാത്തത്. ഉലുവയൊക്കെ ചേർക്കുമ്പോൾ കഴിക്കും, അപ്പോൾ കുട്ടികൾ കഴിക്കില്ല. ഇനി കുറച്ചും കൂടി ഇത് നമ്മൾ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശർക്കര ഉരുക്കിയത് ചേർത്തിട്ട് കുറച്ചെടുത്ത് ശർക്കര ഉരുക്കി ചേർത്തിട്ട് നമുക്ക് ഉണ്ടയാക്കിയിട്ടും കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് നല്ലത്. നമുക്ക് വൈകുന്നേരം നമുക്ക് കാപ്പിയുടെ കൂടെ നമുക്ക് ഇങ്ങനെ അവിലോസ് പൊടി പോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ധാന്യപ്പൊടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് നമ്മൾ തന്നെ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് പൊടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.